അമ്പലപുരം ജനകീയ ആരോഗ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒ.വി. സന്തോഷിന്റെ ഓർമ്മയ്ക്കായി നടത്തിവരുന്ന മൂന്നാമത് ഔഷധക്കഞ്ഞി വിതരണം 2026 ജൂലൈ 17 മുതൽ 26 വരെ അമ്പലപുരത്ത് നടന്നു. അന്നമാണ് ഔഷധം, ഔഷധമാണ് അന്നം എന്ന ആപ്തവാക്യവുമായി നടത്തുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ നിർവഹിച്ചു. അണുക്കള് എല്ലാവരും ഇങ്ങനെ കയറി വരും. എന്തിനാ നമ്മളിപ്പോ അവിടെ പ്ലാല കുത്തിയത്? എന്താ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുക? നമ്മളടുത്ത സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളിലെ സ്പൂണ്. നമ്മളെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ എല്ലാം നമ്മൾ പറയണില്ല, കാരണം പ്രകൃതി പോലും നമ്മൾക്ക് അനുകൂലമല്ലായിരുന്നു. ഇന്നലെയൊക്കെ നട്ടപ്പുറ വെയിലായിരുന്നു അല്ലേ? ചങ്കരാന്തിക്കള്ളൻ അകത്താ പുറത്താന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പോത്തും പുറത്ത് പുല്ല് മുളയ്ക്കും എന്നുള്ളൊരു ഐതിഹ്യം, ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ തോരാ മഴ, അങ്ങനെയുള്ളൊരു കാലം എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെയിലേതാ മഴ ഏതാ ഒന്നും അറിയാതെ ഞാറ്റുവേല ചന്ത എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പ് നടത്തുമ്പോഴാണ് തിരുവാതിര ഞാറ്റുവേല ചന്ത 15 ദിവസം ഇന്ന ഡേറ്റുകളിലാണെന്ന് നമുക്കറിയാൻ കഴിയണത്. ഓരോ ദിവസവും നടന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ ടി സതീശൻ, നഗരസഭാ സെക്രട്ടറി കെ മനോജ്, PSC ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ, PSC ബാങ്ക് സെക്രട്ടറി മനോജ്, KR ഉദയൻ, CF ജോൺ ജോഫി എന്നിവർ നയിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി, നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ലിജി മധു, KR ചാർലി എന്നിവർ വിവിധ ദിവസങ്ങളിൽ സാന്നിധ്യമായി. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സംഘാടക സമിതി എന്ന് പറയുന്ന അനൂപേട്ടൻ, അജിത്തേട്ടൻ, നമ്മുടെ എല്ലാം നമ്മുടെയൊക്കെ സ്വന്തം എന്ന് പറയുന്ന മധു, അതോടൊപ്പം തന്നെ രാജേട്ടൻ, ഇപ്പൊ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക മനുഷ്യൻ, ധന്യ, വിജോഷ്, ഹരിദാസേട്ടൻ, മരക്കാരിക്ക, രാജഗോപാലേട്ടൻ, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കാലത്തോട്ടിട്ട് ഓരോ ദിവസവും കാലത്തോട്ട് ഇവിടെ പലരും വന്ന് പല പ്രവൃത്തിയിലും ഏർപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അതും കൂട്ടേണ്ണ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എല്ലാവർക്കും അല്ലെ, അതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാവരും അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരും വന്ന് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഓരോരുത്തരും എൻജോയ് ചെയ്യാണ്, എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വലിയൊരു കൂട്ടായ്മ തന്നെയാണ് നമ്മുടെ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ എനിക്ക് ആദ്യം ഒരുപക്ഷെ നന്ദി പറയേണ്ടത് നമ്മുടെ ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്, സുലൈമയ്ക്കും കുടുംബമൊക്കെ താമസിക്കുന്നുണ്ട്. ജൂലൈ 26 നടന്ന മതമൈത്രി സംഗമം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ഓരോ ദിവസവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. MR അനൂപ് കിഷോർ, മധു അമ്പലപുരം, K രാജേന്ദ്രൻ, ധന്യ വിജോഷ്, NK ഹരിദാസ്, രാജേഷ് ഓങ്ങനാട്ട്, TA മരക്കാർ, K രാജഗോപാൽ, MR അജിത് കിഷോർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ സമിതിയാണ് ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC+2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.